الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهل أتاك نبأ الخصم إذ تسوروا المحراب إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط إن هذا أخي له 99 نعجة ولي نعجة واحدة فقال أكفلنيها وعزني في الخطاب قال لقد ظلمك بسؤال نعجتك إلى نعاجي وإن كثيرا من الخلطاء ليبغي بعضهم على بعض ليبغي بعضهم على بعض إلا الذين آمنوا وعملوا الصالحات وقليل ما هم وظن داود أنما فتناه فاستغفر ربه وخر راكعا وأناب ഈ സൂറത്തിൽ ഇനി അവസാനം വരെയുള്ള ആയത്തുകൾ കുറച്ച് മറ്റു വിഷയങ്ങളുമുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും പുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെയും ജീവിതത്തിലെ 2 പരീക്ഷണങ്ങളാണ് പറയുന്നത്. ദാവൂദ് നബിയും സുലൈമാൻ നബിയും അലൈഹിസ്സലാം പ്രവാചകന്മാർ മാത്രമായിരുന്നില്ല, രാജാക്കന്മാരും കൂടി ആയിരുന്നു. അതുകൊണ്ട് രാജകീയ അനുഗ്രഹങ്ങളും രാജാവ് എന്ന അനുഗ്രഹവും അതോടൊപ്പം പ്രവാചകത്വം എന്ന അനുഗ്രഹവും രണ്ടും കൂടി നൽകിയ ആളുകളാണ് ഇവർ രണ്ടുപേരും. മറ്റു രാജാക്കളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ഒരാൾക്കും നൽകാത്ത തരത്തിലുള്ള രാജകീയ ശക്തികളും മുഅ്ജിസത്തുകളും നൽകുക വഴി മൂന്നാമത് ഒരു ആദരവ് കൂടി ഇവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ രാജകീയ പദവി മറ്റു നബിമാർക്കില്ലാത്ത വിധത്തിലുള്ള കുറേ മുഅ്ജിസത്തുകൾ, അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട നബിമാർ എന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവരായതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല കൂടുതൽ പരീക്ഷണങ്ങൾ നൽകി എന്ന് ഖുർആനിൽ കാണാം. ആ പരീക്ഷണങ്ങളെപ്പറ്റിയാണ് ഈ ആയത്തുകൾ വിവരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹങ്ങൾ നമുക്ക് കൂടുതൽ നൽകുന്തോറും നമുക്ക് പരീക്ഷണങ്ങൾ നൽകും. നമുക്ക് സമ്പത്തോ മക്കളോ സ്ഥാനമാനങ്ങളോ മറ്റു പദവികളോ അള്ളാഹു നിഅമത്തായിട്ട് നൽകുന്തോറും നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ കൂടുതൽ വരും. അതിൽ വിജയിക്കുമ്പോഴാണ് ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്തോ ഇല്ലേ എന്ന് അല്ലാഹു തആല വിലയിരുത്തുക. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ 2 നബിമാർക്ക് അള്ളാഹു നൽകിയ പരീക്ഷണമാണ് ഈ ആയത്തിലുള്ളത്.
കുറേ അവ്യക്തതകളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാത്ത ചില പരീക്ഷണങ്ങളെ രൂപങ്ങളോ ഇതിൽ കാണാം. അത് ആ കാലഘട്ടത്തിൽ അവർക്ക് നൽകിയ ഒരു പരീക്ഷണം എന്ന് വിചാരിച്ചാൽ മതി. അതാണ് ഇപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം മുനീബ് അവ്വാഹായിരുന്നു, കൂടുതൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായിരുന്നു, കൂടുതൽ അള്ളാഹുവിങ്കലേക്ക് അടുത്ത് ഇബാദത്ത് ചെയ്യുന്നവനായിരുന്നു എന്നൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പശ്ചാത്തപിക്കാനും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കാനും വേണ്ടി അദ്ദേഹത്തിൻ്റെ മെഹ്റാബിലേക്ക് ജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ മെഹ്റാബിൻ്റെ ഉള്ളിൽ അദ്ദേഹം കൂടുതൽ സമയം കഴിച്ചുകൂട്ടാറുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മുഫസ്സിറുകൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. കുടുംബങ്ങളോട് എൻ്റെ മെഹ്റാബിലേക്ക് ആരെയും കടത്തിവിടാൻ പാടില്ല, ഞാൻ ഇത്ര സമയം ആരാധനയിൽ മുഴുകിയിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ദീർഘമായി മെഹ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന മെഹ്റാബ് എന്നാണ് നമുക്കറിയാം. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച മണ്ഡപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ആരാധനാ മണ്ഡപത്തിലേക്ക് അദ്ദേഹം കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ തങ്ങിയിരിക്കുകയും ആളുകളെ അങ്ങോട്ട് കടത്തിവിടാതിരിക്കുകയും ചെയ്തു. ആ സമയത്താണ് രണ്ടുപേര് വാതിൽക്കൽ കൂടി കടത്തിവിടാൻ വാതിൽ അടച്ചുപൂട്ടി, കുടുംബങ്ങൾ വാതിൽ കൊട്ടി അടച്ചു. പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ ആളുകൾക്ക് കാണണം, അദ്ദേഹം രാജാവാണ്, പ്രവാചകനാണ്, രണ്ടർത്ഥത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവനാണ്. പക്ഷേ അത് പരിഹരിക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാം തൻ്റെ ഭക്തി കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഭക്തിയിലേക്ക് ലയിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെയായിരിക്കാം കാരണങ്ങൾ. രണ്ടാളുകൾ മതിൽ ചാടി അദ്ദേഹത്തിൻ്റെ മെഹ്റാബിലെത്തി. വാതിൽക്കൽ കൂടി കടക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല, അത് വാതിൽ കൊട്ടിയടച്ചിരുന്നു. ആളുകൾക്കാണെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാമിന് ആവശ്യവുമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? മെഹ്റാബിൻ്റെ മതിൽ ചാടി അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് സഹോദരന്മാർ, അതായത് ഒന്നുകിൽ മതപരമായി ഇന്നമൽ മുസ്ലിമൂന ഇഖ്വത്തു എന്ന് പറഞ്ഞ സഹോദരന്മാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കച്ചവടക്കാരായ, അങ്ങനെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂടുതൽ ഇടകലർന്ന് ജീവിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് കേസ് പറഞ്ഞു. എന്താണ് കേസ് എന്ന് ചോദിച്ചാൽ, ഒരാൾ പറയാണ് എൻ്റെ അടുക്കൽ ഒരു ആടുണ്ട്, ഒരാട്, നായിജത്ത് എന്ന് പറയുന്നതാണ്, ഒരു പെണ്ണാടുണ്ട്. എൻ്റെ കൂട്ടുകാരനായ ഇവൻ്റെ അടുക്കൽ 99 ആടും ഉണ്ട്. എന്നിട്ട് ഈ എൻ്റെ 99 ആടിൻ്റെ ഉടമ എൻ്റെ ആടും കൂടി അവന് വേണം എന്ന് പറയുകയാണ് എന്നാണ് കേസ്. വളരെ ലളിതമായൊരു കേസാണ്. അതിനിപ്പോൾ ഒരു രാജാവോ നബിയോ ഒന്നും മറുപടി പറയേണ്ടതില്ല. അത്രയും ലളിതമാണല്ലോ, അത് ശരിയല്ല. അതാണ് കേസ്. ഇന്ന ഹാദിഹി ലഹു വരുന്നുണ്ട്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അതിൽ കൂടുതലും മറുപടിയൊന്നും വേറെ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. വേഗം പറഞ്ഞു, അത് തെറ്റാണ്, ഓ ചെയ്തത് തെറ്റാണ്, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ, 99 ഉണ്ടായിട്ട് പിന്നെ എൻ്റെ ഒരാടും കൂടി വേണമെന്ന് പറഞ്ഞാൽ അപകടമാണോ ചെയ്തത്, ഓ വലിയ അക്രമിയാണ് എന്ന് വിധി പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ദാവൂദ് നബി അവർ രണ്ടുപേരും കൂടി പോയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഇത്ര ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി, ഇത്ര ലളിതമായ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ മതിൽ ചാടി കടന്ന് വന്നിട്ട് ഇവരൊരു കേസ് പറയാൻ മാത്രമുണ്ടോ? അപ്പോൾ ഇതിലെന്തോ ചില പരീക്ഷണം അള്ളാഹുവിങ്കൽ നിന്നുള്ളൊരു പരീക്ഷണമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങി. അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ പറ്റിയുള്ള ഒരു വിഷയം. പക്ഷേ ഈ കഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ കെട്ടുകഥകൾ അഹ്ലുൽ കിതാബുകളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ കെട്ടുകഥകളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. ഖുർആനിൻ്റെ ലാഹിർ, അതിൻ്റെ വ്യക്തി, അതിൽ ആകെ കൂടി നമുക്കൊരു വ്യാഖ്യാനിക്കാൻ വകയുള്ളത് ഇന്ന ഹാദാ അഖി ലഹു 99 നായിജ, ഇവന് 99 ആടുണ്ട് എന്ന ഈ നായിജത്ത് എന്ന പദം അറബി ഭാഷയിൽ പെണ്ണാടിനും പറയും,
ഭാര്യക്കും പറയും. അവിടെയാണ് മുഫസ്സിറുകൾ രണ്ടഭിപ്രായം പറഞ്ഞത്. ഇയാൾക്ക് 99 ഭാര്യമാരുണ്ട്, എനിക്ക് ഒരു ഭാര്യയേ ഉള്ളൂ, എന്നിട്ട് 99 ഉള്ളവന് എൻ്റെ ഒരു ഭാര്യയും കൂടി ഓന് വേണം എന്ന് പറയുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇത് സാക്ഷാൽ ആട് തന്നെയാണ് എന്ന് രണ്ടായിരുന്നാലും അതിൽ ഒരു വലിയ സങ്കീർണമായ ഒരു രാജാവിൻ്റെ അടുക്കലോ പ്രവാചകൻ്റെ അടുക്കലോ ചെന്ന് കേസ് പറഞ്ഞ് വിധി തീർപ്പാക്കേണ്ട വിഷയം ഇല്ല. അപ്പോൾ പിന്നെ അതൊരു പരീക്ഷണമായിരുന്നു. എന്തായിരുന്നു ആ പരീക്ഷണം എന്ന് ഹദീസിലില്ല, ഖുർആനിലുമില്ല. പിന്നെ മുഫസ്സിറുകളൊക്കെ അതിനിങ്ങനെ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഖുർആനിനും ഹദീസിനും എതിരാവാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമാണ് അതിലുള്ളത്. എന്നാൽ കെട്ടുകഥകളിൽ പിന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഈ വന്നത് 2 മലക്കുകളായിരുന്നു എന്നും ആ മലക്കുകൾ അയ്യൂബ് നബിയെ പരീക്ഷിച്ചത്, ദാവൂദ് നബിയെ പരീക്ഷിച്ചത് ദാവൂദ് നബിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ, അത് പിന്നെ നമ്മളൊരു കാണുന്നത്, നമ്മളിപ്പോൾ 4 ഭാര്യമാരിൽ അള്ളാഹു പരിമിതപ്പെടുത്തി എന്നതൊഴിച്ചാൽ ആ ശരീഅത്ത് കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ബുഖാരിയിൽ തന്നെയുണ്ട് 90 ഭാര്യമാർ സുലൈമാൻ നബി അലൈഹി സ്വലാമിനുള്ളതായിട്ട്. അത് ആ കാലഘട്ടത്തിലെ ശരീഅത്ത് അങ്ങനെയാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന് 99 ഭാര്യമാരുണ്ടായിരുന്നു. എന്നിട്ട് തൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയിൽ അദ്ദേഹം ആകൃഷ്ടനായി, നൗദുബില്ല, ആകൃഷ്ടനായിട്ട് ആ ഭാര്യനെയും കൂടി എനിക്ക് കെട്ടിച്ചു തരണം എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു എന്ന അള്ളാഹുവിൽ നമ്മൾ കാവല് തേടാണ്. ആ നബിമാരെ പറ്റിയൊക്കെയുള്ള കെട്ടുകഥകൾ പ്രചാരത്തിലുണ്ട്. അത് ചില അറബി തഫ്സീറുകളിലും ആ കെട്ടുകഥകൾ വന്നിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാനോ ഒന്നും പാടില്ല. അത് വെറും കഥ മാത്രമാണ്. കാരണം ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് അത് ഉയർന്ന അള്ളാഹുവിൻ്റെ അടുത്ത ആളാണ്. അദ്ദേഹം ഇത്ര വലിയ ഒരു അപരാധം അതല്ലെങ്കിൽ ഇത്ര വലിയ ഒരു ആർത്തി കാണിക്കുക എന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവിടെയാണ് ഇപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പറ്റിയും ദാവൂദ് നബി അലൈഹി സ്വലാമിനെ പറ്റിയൊക്കെ ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സോളമൻ കഥകൾ എന്ന് പറയുന്ന സോളമൻ ടെയിൽസ് എന്നിട്ട് പറഞ്ഞ് കുറേ കഥകളുണ്ട്. അതിൽ കുറേ ഖുർആനുമായി ബന്ധപ്പെട്ടതുണ്ട്, കുറേ മുഫസ്സിറുകൾ പറഞ്ഞതുണ്ട്, കുറേ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട്. ബൽക്കീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കുന്ന വഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ സ്ഫടികത്തിൻ്റെ പ്രതലമുണ്ടായിരുന്നുവെന്നും കാല് പൊക്കിക്കൊണ്ടാണ് വെള്ളമാണെന്ന് കരുതി വസ്ത്രം പൊക്കിയപ്പോൾ കാൽത്തണ്ട കണ്ട് ആകൃഷ്ടനായി അവരെ വിവാഹം ചെയ്തു എന്നത് വരെ ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അതൊന്നും നമുക്ക് പ്രവാചകന്മാരുടെ വിശുദ്ധിയും ഇസ്മത്തും വെച്ച് വിശ്വസിക്കാനോ ചിന്തിക്കാനോ പോലും പാടില്ലാത്തതാണ്. പക്ഷെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് കഥകൾ. അതുപോലെ ഒരുപാട് കഥകൾ അവരെപ്പറ്റി പറഞ്ഞു വന്നിട്ടുണ്ട്. ആ കഥകളിൽപ്പെട്ട ഒന്നാണ്, നേരെ മറിച്ച് ഇവിടെ ഇത്രേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. നൈജത്ത് എന്ന് പറയുന്നത് പെണ്ണാടിനാണ് നൈജത്ത് എന്ന് ഒരർത്ഥം. ഇനി ആടാവട്ടെ ഭാര്യമാരാവട്ടെ ഇവർ രണ്ടുപേരും പറഞ്ഞ കേസ് വളരെ ലളിതമാണ്. പക്ഷേ ദാവൂദ് നബി അലൈഹി സ്വലാം മറ്റേ ആളെ വിസ്തരിച്ചില്ല. എൻ്റെ ഭാര്യയും കൂടി ഇവൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനോട് എന്തുകൊണ്ട് നീ അവൻ്റെ ഭാര്യയെ ആവശ്യപ്പെടുന്നു, എന്താണ് പ്രശ്നം എന്ന് വിസ്തരിച്ചില്ല. നീതിപൂർവകമായില്ല ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വിധി എന്നതിനാൽ അള്ളാഹു തആല അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അത് ശരിയല്ല, അങ്ങനെയല്ല ഭരണം നടത്തേണ്ടത്. ആടായിരുന്നാലും ഭാര്യയായിരുന്നാലും അതല്ല എന്ന ഭരണം നടത്തേണ്ടത് അങ്ങനെയല്ല. 2 കൂട്ടരെയും കേസ് വരുമ്പോൾ 2 കൂട്ടരെയും വിസ്തരിക്കണം. നിനക്ക് തോന്നിയ ബാഹ്യമായ കണ്ണുകൊണ്ടോ ബാഹ്യമായ തെളിവുകൾ കൊണ്ടോ വിധി പറയാൻ പാടില്ല എന്ന ഒരു പാഠം ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഓർമ്മ വന്നു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങി. അങ്ങനെ ഇതൊരു പരീക്ഷണമായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതാണ് ഒരു സംഭവം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതാണ്. എത്ര വലിയ ആളായിരുന്നാലും ചെറിയ ചെറിയ
സ്ഖലിതങ്ങൾ വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കീങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട്. അത് ജൂതന്മാർ പറഞ്ഞയച്ച ചോദ്യമാണ്, ആരാണ് ഇസ്കന്ദർ ദുൽഖർനൈൻ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പറഞ്ഞുതരാം. സൂറത്തുൽ കഹ്ഫിലാണല്ലോ ഇസ്കന്ദർ. വയസ്സലൂനക്ക അനിൽ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിന്നു ദിക്റ. നബിയോട് ചോദിക്കുകയാണ്, റൂഹ് എന്താണ്, ഇസ്കന്ദർ എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നബി പറഞ്ഞിരുന്നു, ഞാൻ നാളെ പറഞ്ഞുതരാറുണ്ട്. എന്നിട്ട് നാളെ പിറ്റേന്ന് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ്. നമ്മൾ അൽ കഹ്ഫിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. വരികയാണ്. അപ്പോൾ നബിക്ക് വഹി കിട്ടിയിട്ടില്ല. നബി പറഞ്ഞു, എനിക്ക് വഹിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഖുറൈശികൾ മുഹമ്മദ് നബിയെ പരിഹസിച്ചു, ഇവനൊരു വിവരവുമില്ല, ഇവന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യത്തിനൊന്നും മറുപടി അറിയാൻ അള്ളയും ജിബ്രീലൊന്നും എൻ്റെ അടുത്ത് വരണില്ല, നാളെ പറഞ്ഞു തരാറിട്ട് നാളെ വന്നില്ല, പിറ്റേന്നും വന്നില്ല. 15 ദിവസത്തിന് ശേഷമാണ് അല്ലാഹു തആല വഹി നൽകുന്നത്. എന്ത്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ യശാ അല്ലാഹ് ഉദ്കുർ റബ്ബക ഇദാ നസീത വഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റഷദ. നീ എന്തെങ്കിലും നാളെ ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാ എന്ന് പറയണം. ഒരു പാഠമാണ് പഠിപ്പിച്ചു. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്ന് വരെ മാനുഷികമായ ഇത്തരം കാര്യങ്ങൾ വന്നേക്കാം. നമുക്കറിയാലോ, അബസ വത്തവല്ല എന്ന ആയത്തിറങ്ങാനുള്ള ആ സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള വചനങ്ങൾ ഇറങ്ങാനുള്ള കാരണം തന്നെ ഖുറൈശികളായ മാന്യന്മാരെയും പ്രമാണിമാരെയും പ്രബോധനം ചെയ്യുന്നതിനിടയിൽ കണ്ണുപൊട്ടനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം വന്ന് നബിയോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നബി അദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. കാരണം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം വിശ്വാസിയാണ്, ഇനി അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കാൻ സമയമുണ്ട്. നേരെ മറിച്ച് ഈ ഖുറൈശി പ്രമാണിമാരൊക്കെ കണ്ട് വിശ്വസിച്ച് വന്നാൽ ഈ നാട് മുഴുവനും മാറുമല്ലോ എന്ന സതുദ്ദേശം കൊണ്ടാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവഗണിക്കുന്നത്. പക്ഷേ അല്ലാഹു തആല അത് കഠിനമായ ആക്ഷേപത്തോടു കൂടിയാണ് അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. മുഖം ചൊളിച്ചുവല്ലേ, പിന്തിരിഞ്ഞുവല്ലേ, ഒരു കണ്ണുപൊട്ടം വന്നപ്പോൾ അവൻ നന്നാവില്ല എന്ന് ആരാൻ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കല്ല വേണ്ടട്ടോ, മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് അള്ളാഹ് താക്കീത് നൽകി. അപ്പോൾ പ്രവാചകന്മാരുടെ അടുക്കലും തെറ്റുകളല്ല, കുറ്റങ്ങളല്ല, നേരെ മറിച്ച് മാനുഷികമായ ചില സതുദ്ദേശം കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ വന്നേക്കാം. ആ അബദ്ധങ്ങളാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടത് എന്നാണ് ഈ വിഷയത്തിൽ പ്രാമാണികമായി മുഫസ്സിറുകൾ പറയുന്നത്. നമുക്കൊന്ന് ഓതി വെക്കാം. വഹൽ അതാക നബഉൽ ഖസ്ം. ഹൽ അതാക എന്നുള്ളത് വേറെയും ഹല്ലത്താലൽ ഇൻസാനി, ഹല്ലത്താക്ക ഹദീസുൽ ഖാശിയ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. ഹൽ അതാക്ക, നിനക്ക് വന്നില്ലയോ, നബഉൽ ഖസ്മി, തർക്കിക്കുന്ന രണ്ടാളുകളുടെ വർത്തമാനം. ഖസ്മ് എന്ന് പറഞ്ഞാൽ തർക്കം എന്നൊരർത്ഥമുണ്ട്, അതുപോലെ ബാർഗെയിനിങ് എന്നൊരർത്ഥമുണ്ട് ഖസ്മിന്. അറബ് നാട്ടിലൊക്കെ ഖസ്മ് കബീർ എന്ന് എഴുതിയേക്കണ മറ്റേ ഇതിൽ എന്താ കടൻ്റെ മുകളിൽ വലിയ ഡിസ്കൗണ്ട്, നമുക്ക് എത്രയും വലിയ ഡിസ്കൗണ്ട് തരും എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ തർക്കമാണ്. മുത്തഖാസിമ് ഇതാ ഖാസമ ഫജറ എന്ന് ഹദീസിലുണ്ടല്ലോ, മുനാഫിക്കുകളുടെ ലക്ഷണമായിട്ട്. അപ്പോൾ അതാണ് ഖസ്മ് എന്ന് പറഞ്ഞാൽ രണ്ട് കക്ഷികൾ, തർക്കിക്കുന്ന രണ്ട് കക്ഷികൾ, അവരുടെ നബ വർത്തമാനം. അനിൻ നബഇൽ അളീം അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം എന്നാണ്. അപ്പോൾ ആ ഖസ്മ്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ വിവരം, അവരുടെ വർത്തമാനം നിനക്ക് വന്നില്ലയോ. അല്ലത്താക്ക ഹദീസുൽ ഖാശിയ, ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള വർത്തമാനം. അവിടെ ഹദീസ് എന്ന് പറഞ്ഞു, ഇവിടെ നബ എന്ന് പറഞ്ഞു. രണ്ടും ഖബർ, വർത്തമാനങ്ങൾ, വിവരം എന്നൊക്കെയാണ്. അപ്പം തർക്കിക്കുന്ന ആളുകളുടെ വിവരം നിനക്ക് വന്നില്ലേ. ഇത് തസവ്വറു, അവർ ചാടിക്കടന്നു, സൂറ് ചാടിക്കടന്നു. സൂറ് എന്ന് പറഞ്ഞാൽ മതിൽ എന്നാണ് അർത്ഥം. സൂറ് മതിൽ എന്ന, ഹുദൂദ് അതിർത്തി എന്ന് പറയാലോ, അതിലാണ് സൂറ്. ബാബുല്ലഹു, പിന്നെ ഖുർആനിൽ തന്നെ നരക സ്വർഗത്തിനെ പറ്റി ഒരു സൂറ് എന്ന് പറയുന്നുണ്ട്, മതിലാണ്. അപ്പം മതിൽ
തസവ്വറ എന്ന് പറഞ്ഞാൽ മതിലിൻ ചാടിക്കടന്നു എന്നാണ് അർത്ഥം. ഇത് തസവ്വുറുൽ മെഹ്റാബ്, മെഹ്റാബിലേക്ക് മതിൽ ചാടിക്കടന്ന ആ രണ്ട് കക്ഷികളുടെ, തർക്കിക്കുന്ന കക്ഷികളുടെ വിവരം നിനക്ക് വന്നില്ലയോ? ഇത് നബിക്ക് വന്നിട്ടില്ല, വേറെ ആരും നബിക്കത് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. പക്ഷേ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, എനിക്ക് വിവരം കിട്ടിയില്ലേ, എന്നാൽ ഞാൻ അത് പറഞ്ഞു തരണോ. അല്ലത്താക്ക് ഹദീസുൽ ഖാശിയ, ഖിയാമത്ത് നാളിൻ്റെ വിവരം നിനക്ക് വന്നില്ലേ, എവിടുന്ന് വരാനാ? അള്ളാഹ് വഹി അറിയിച്ചു കൊടുക്കാതെ നബിക്ക് വരുമല്ലോ. പിന്നെന്താ, അതൊരു ഒരു പ്രചോദനവും ഒരു പ്രോത്സാഹനവും ഒരു ശ്രദ്ധ തിരിക്കാനും വേണ്ടിയാണ്. എനിക്ക് നീ കേട്ടില്ലേ ഇല്ല, എന്നാ പറഞ്ഞുതരാം. എന്താണ് ഹല്ലത്താക്ക് ഹദീസുൽ ഖാശിയ ഉജൂഹുൻ ഖാശിയ, അന്ന് കുറേ ആളുകൾ ഭയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഹൽ അത്താക്ക നബഉൽ ഖസ്മി, ഇത് തസവ്വുറുൽ മെഹ്റാബ്, മെഹ്റാബ് ചാടിക്കടന്ന്, മതിൽ ചാടിക്കടന്ന് മെഹ്റാബിലേക്ക് എത്തിയ ആ തർക്കിക്കുന്ന ആളുകളുടെ വിവരം നിനക്ക് വന്നില്ലയോ? എന്നിട്ട് അത് വിവരിക്കാണ്. ഇത് ദഖലു, അവർ കയറി ചെന്നപ്പോൾ അലാ ദാവൂദ, ദാവൂദിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ചു. ദഖല എന്ന് പറഞ്ഞാൽ കടന്നു ചെന്നു, പ്രവേശിച്ചു. ഫസിഅ മിൻഹും, ഫസിഅ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. അൽ ഫസഉൽ അക്ബർ, ഏറ്റവും വലിയ ഫസഅ, ഭയം എന്ന് ഖിയാമത്ത് നാളിനെ പറ്റി പറയുന്നുണ്ട്. ഫസഅ എന്ന് പറഞ്ഞാൽ ഭയം. ഇത് ഫസിഅ മിൻഹും, അവരെ പറ്റി ഇദ്ദേഹം ഭയപ്പെട്ടു. എന്താ കാരണം? ശത്രുക്കളാണോ? മതിൽ ചാടിക്കടന്ന് വരണമെങ്കിൽ, നേരായ വഴിയിലല്ലാതെ ചാടിക്കടന്ന് വരണമെങ്കിൽ അന്ന് അമ്പിയാക്കന്മാരെ കൊല്ലുന്ന കാലഘട്ടത്തിലാണ് ഉള്ളത്. അമ്പിയാക്കന്മാരെ ധാരാളം ഇസ്രായേൽ സമൂഹത്തിലെ അമ്പിയാക്കന്മാരെ വധിച്ചിട്ടുണ്ട്, വലിയ ഉപദ്രവമേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല ഉപദ്രവമേൽപ്പിക്കാനോ കൊല്ലാനോ വന്ന് മതിൽ ചാടിക്കടന്ന് വന്നതാണോ എന്ന രൂപത്തിൽ അദ്ദേഹം അദ്ദേഹം ഭയപ്പെട്ടു. മിൻഹും, അവരെ പറ്റി ഭയപ്പെട്ടു. അപ്പം ഖാലു, അവർ പറഞ്ഞു ലാ തഖഫ്, പേടിക്കണ്ട. അപ്പോൾ അവർ സമാധാനിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഭയം അവർ മനസ്സിലാക്കി. പേടിക്കണ്ട, ലാ തഖഫ്, ഭയപ്പെടണ്ട. ഖസ്മാനി, ഞങ്ങൾ രണ്ട് കക്ഷികളാണ്, തർക്കിക്കുന്ന രണ്ട് കക്ഷികളാണ്. ബഗാ ബഅ്ളുന അലാ ബഅ്ളിൻ, ബഗാ അതിക്രമിച്ചിരിക്കുന്നു. ബഅ്ളുന, ഞങ്ങളിൽ ചിലർ, അലാ ബഅ്ളിൻ, ചിലരുടെ മേൽ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റേ ആളോട് എന്നാണ്. ബഅ്ള് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ, രണ്ടാളിൽ ഒരാൾ, ചിലർ മറ്റേ ആരോട് എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാളോട് അതിക്രമം കാണിച്ചു. അങ്ങനെയുള്ള രണ്ട് തർക്കിക്കുന്ന കക്ഷികളാണ് ഞങ്ങൾ, അല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫഹ്കും, നീ വിധി പറയണം. ഫഹ്കും, അപ്പോൾ, അതിനാൽ, വഹ്കും ബൈനനാ ബിൽ ഹഖ്, താങ്കൾ സത്യപ്രകാരം ഞങ്ങൾക്ക് വിധി നൽകണം. വലാ തുഷ്തിത്ത്, ഒരിക്കലും അനീതി കാണിക്കരുത്. ഷത്ത എന്ന് പറഞ്ഞാൽ നസല അനിൽ അദ്ലി, നീതിയിൽ നിന്ന് തെറ്റിപ്പോയി എന്നാണ്. അപ്പോൾ വലാ തുഷ്തിത്ത് എന്ന് പറഞ്ഞാൽ നീതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്, സത്യമായി ഞങ്ങൾക്ക് നീ വിധി പറഞ്ഞു തരണം എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു. പേടിക്കണ്ട, ഞങ്ങളൊരു വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തർക്കിച്ച് വിധി പറയാൻ വേണ്ടി പിന്നെന്തിനാ മീറാബിൻ്റെ മേലെ ചാടി വന്ന് പറഞ്ഞാൽ വാതിൽക്ക് കൂടി കടക്കാൻ മൂപ്പൻ അനുഭവിച്ചിട്ടില്ല. വാതിലടച്ചിരുന്നു, കുടുംബങ്ങളോട് ആരെയും കടത്തി വിടണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊരു പ്രവാചകനൊരു പക്ഷേ പറയാൻ പറ്റുന്നതല്ലല്ലോ. പ്രവാചകൻ എപ്പോഴും ആളുകൾക്ക് എപ്പോഴും ഓപ്പണായിരിക്കണമല്ലോ. അതോടൊപ്പം ഭരണാധികാരിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അനീതിയൊന്നും പറയരുത്, ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് വഹ്ദിന ഇലാ സവാഇ സിറാത്ത്, യഹ്ദിന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾക്ക് നീ വഴി കാണിക്കണം. ഇലാ സവാഇ സിറാത്ത്, അതായത് ശരിയായ സിറാത്തിലേക്ക്, മാർഗത്തിലേക്ക്. സവാഉ സിറാത്ത് എന്ന് പറഞ്ഞാൽ ശരിയായ, സമമായ വഴി എന്ന് പറഞ്ഞാൽ ശരിയായ വഴിയിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണം, ഞങ്ങൾക്കിങ്ങനെ ഒരു തർക്കമുണ്ട് എന്ന് അവർ ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. എന്താണ് എന്നിട്ട് സംഭവം? എന്താ? ഇന്നഹാദ, തീർച്ചയായും ഇവൻ, അഹീ, എൻ്റെ സഹോദരനാണ്. അപ്പോൾ അത് സ്വാഭാവികമായും സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ അനുയായികളിൽപ്പെട്ട സഹോദരങ്ങളാണ് എന്ന് വരാനാണ് സാധ്യത. കാരണം വേറെ വരുന്നുണ്ട് ഇവിടെ. ഇന്നഹാദ അഹീ,
ഇവനെൻ്റെ സഹോദരനാണ്. ലഹു തിസ്ഉൻ വ തിസ്ഊന, 9 തിസ്ഊന 90, അതാണ്. സമാന് 8, സമാനൂന 80, സബഅ് 7, സബഊന 70, ഖംസ് 5, ഖംസൂന 50. അപ്പോൾ ആ ഊന വന്നാൽ 50, 10 മാറുകയാണ്. അപ്പോൾ ഇന്നഹാദ അഖീലഹു 99 നായിജ, ഇവൻ എൻ്റെ സഹോദരനാണ്, അവന് 99 നായിജത്തുണ്ട്, പെണ്ണാടുകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യമാരുണ്ട്. 2 വ്യാഖ്യാനവും ഇവിടെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അവർ തന്നെ പറയുന്നു അത് രണ്ടും എതിരല്ല. ഏതാണ്? രണ്ടും എതിരല്ല. എന്താവട്ടെ, വിഷയം അതാണല്ലോ. ഇപ്പോൾ ഇമാം സഅദി റഹ്മത്തുള്ളാഹി സൗജത്ത് തന്നെയാണ് പറയുന്നത്, ഇവന് 99 ഭാര്യമാരുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ശരീഅത്തനുസരിച്ച് അങ്ങനെയൊക്കെ ആവാം എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്നിട്ട് വലിയ, എനിക്ക് നായിജത്തും വാഹിദ, ഒറ്റ ഭാര്യയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ആടേ ഉള്ളൂ. എന്നിട്ടോ അക്ഫിൽ നീഹ, എന്നിട്ട് ഫഖാല, അവൻ പറയാണ്, 99കാരൻ പറയാണ്, അക്ഫിൽ നീഹ, എനിക്ക് അവനെ നീ ഏൽപ്പിച്ചു തരണം. അക്ഫല എന്ന് പറഞ്ഞാൽ കഫാലത്ത്, കഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റെടുത്ത ആൾ എന്നാ. അക്ഫിൽ നീഹ, ആ അവളെ അല്ലെങ്കിൽ ആ ഒരാടിനെ അല്ലെങ്കിൽ ഒരു ഭാര്യയെ എനിക്ക് നീ ഏൽപ്പിച്ചു തരണം. അതാ അക്ഫല എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഫാലത്തിലാക്കണം, എൻ്റെ ഉത്തരവാദിത്വത്തിലാക്കണം ആ ആടിനെ കൂടി. അക്ഫിൽ നിഹ എന്ന് അവൻ എന്നോട് പറയാണ്. വ അസ്സനി ഫിൽ ഖിതാബ്, സംസാരത്തിൽ അവൻ എൻ്റെ മേലെ നിൽക്കുകയും ചെയ്തിരിക്കുന്നു. അസ്സ എന്ന് പറഞ്ഞാൽ അസീസായി വിജയിച്ചു നിൽക്കുന്നു. ഖിതാബ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള സംസാരത്തിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ആണ്ടും കൊണ്ടൊക്കെ ഒരുപാട് തർക്കിച്ചു. തർക്കത്തിൽ അവനാണ് മുന്നിൽ ചാടിയത്, എൻ്റെ മേലെ നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ എന്നെ വിജയിച്ചവനാണ് അവൻ, എന്നെ കീഴടക്കിയവനാണ്. സംസാരത്തിൽ എന്നെ കീഴടക്കി എന്ന് പറഞ്ഞാൽ ഓനേറ്റ് പറഞ്ഞിട്ട് ഞാൻ എത്തണില്ല. കാരണം ഓന് 99 ഉണ്ട്, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും അവനേറ്റ് ഞാൻ പറഞ്ഞിട്ട് എത്തണില്ല. അവൻ എന്നെ വാക്കിൽ കൂടി, സംസാരത്തിൽ കൂടി, സംഭാഷണത്തിൽ കൂടി അവൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അവൻ മികച്ചു നിൽക്കുകയാണ് എന്നാണ് ഈ സാധുവായ ഏക ഭാര്യയുള്ള ഈ മനുഷ്യൻ്റെ പരാതി. അപ്പോൾ കാല ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, വേറെ ഒന്നും ചിന്തിച്ചില്ല. 2 ആളുകൾ വരുമ്പോൾ മറ്റാളോടും കൂടിയും അതിൻ്റെ വസ്തുത ഒന്ന് അന്വേഷിക്കണമല്ലോ, അതൊന്നും അന്വേഷിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ലഖദ് ലലമക, അവൻ നിന്നെ ആക്രമിച്ചിരിക്കുന്നു. ലലമ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലഖദ് ലലമക, അവൻ നിന്നെ ആക്രമിച്ചിട്ടുണ്ട്. ബിസുആലി നൈജത്തിക, നിൻ്റെ ഒരു നൈജത്തിനെ ചോദിച്ചത് കൊണ്ട്. ഇലാനി ആജിഹി, അവൻ്റെ കുറേ ആടുകളിലേക്ക് അല്ലെങ്കിൽ ഭാര്യമാരിലേക്ക് നിൻ്റെ ഒരൊറ്റ ആടിനെ കൂടി ചേർക്കണം എന്ന് ചോദിച്ചത് കൊണ്ട് അവൻ ചെയ്തത് ളുൽമാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, വ ഇന്ന കസീറം മിനൽ ഖുലതാഇ, ഖുലതാകളുടെ കൂടിക്കലർന്ന് ജീവിക്കുന്നവരിൽ അധിക പേരും, ഖലത്ത് എന്ന് പറഞ്ഞാൽ കലർന്നു എന്നാ, ഖുലതാ എന്ന് പറഞ്ഞാൽ കലർന്ന് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പരസ്പരം കൂടിക്കലർന്ന് സഹവസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അധിക പേരും ലയബ്ഗി, അവൻ അതിക്രമിക്കാറുണ്ട്. ബഅ്ലുഹും, ചിലർ അലാ ബഅ്ലിൻ, ചിലരെ അതിക്രമിക്കാറുണ്ട്. അപ്പോൾ ആൾക്കാർ ഒന്നിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ മകൻ എന്ന അർത്ഥത്തിനേക്കാളും അവൻ്റെ കൂടിക്കലർന്ന് ജീവിക്കുന്ന സഹോദരന്മാരായിരിക്കണം എന്നൊരു സൂചന ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ മറ്റു ചില ആളുകളെ അതിക്രമിക്കുകയും അവരോട് അതിക്രമം കാണിക്കാറുണ്ട്. അതിൽ പെട്ടതാണ് അവൻ നിന്നോട് അതിക്രമം കാണിച്ചതാണ്. ഒരാടിനെ കൂടി, നിൻ്റെ ഒരാടിനെ കൂടി അവന് വേണം എന്ന് പറയുന്നത്. ലഖദ് ലലമക ബിസുആലി നൈജതിക ഇലാ നിആജിഹി, നിൻ്റെ ആടിനെ അവൻ്റെ ആടുകളിലേക്ക് ചേർത്ത് ചോദിച്ചത് നിന്നോട് ചെയ്ത അപരാധവും അക്രമവുമാണ്. വ ഇന്ന കസീറം മിനൽ ഖുലതാഇ, ഖുലതാകളുടെ ഖലീത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, കലർന്ന് ജീവിക്കുന്നവൻ. അപ്പോൾ കൂടെ സഹവസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അധികം ആളുകളും ലയബ്ഗി ബഅ്ലുഹും അലാ ബഅ്ലിൻ, ചിലർ
ചിലരെ അതിക്രമിക്കാറുണ്ട്. എന്നാൽ ഇല്ലല്ലദീന ആമനു വിശ്വാസികളൊഴികെ വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്, ആക്രമിക്കുകയാണ്. വഖലീലും മാഹും എന്നാലോ വിശ്വാസികളും സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരുമാവട്ടെ വഖലീലും മാഹും അവർ വളരെ കുറച്ചേ ഉള്ളൂ. ഖലീലും എന്ന് പറഞ്ഞാൽ കുറച്ച്, ഖലീലും മാ വളരെ നന്ന ചുരുക്കമേ ഹും അവരുള്ളൂ. അവർ ആര്? സൽക്കർമ്മങ്ങളും വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർ കുറച്ച് ആളുകളേ ഉള്ളൂ. അധിക പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിക്രമവും തർക്കവും നടത്തുന്നവരാണ് എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം വിധി പറഞ്ഞു. പിന്നെ എന്താണ് സംഭവം എന്നൊന്നും ഖുർആൻ പറയുന്നില്ല. ഇത്രേ പിന്നെ ഖുർആൻ പറയുന്നത് എന്ത്? വനല്ല ദാവൂദ് നബി അലൈഹിസ്സലാം കരുതുകയും ചെയ്തു, അന്നമാ ഫതന്നാഹു തീർച്ചയായും നാം അദ്ദേഹത്തെ ഫിത്നയിലാക്കി, പരീക്ഷണത്തിലാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ലല്ലുണ്ടായി, വിചാരമുണ്ടായി. അപ്പോൾ ആ വിചാരം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലളിതമായി തീർക്കേണ്ട ഒരു കേസിന് മതിൽ ചാടിക്കടന്ന് വരേണ്ടതൊന്നുമില്ല. എന്നിട്ടും ഇവർ വന്നതും ഒരു പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹ് എന്നെ പരീക്ഷിച്ചതാണ്. ഞാൻ ആളുകൾക്ക് വാതിൽ തുറന്നു കൊടുക്കേണ്ടവനായതുകൊണ്ട് വാതിൽ അടച്ചുപൂട്ടി ഇബാദത്തിൽ മുഴുകിയത് കൊണ്ട് ഒരു പക്ഷേ പരീക്ഷിച്ചതായിരിക്കാം. ആളുകളുടെ പ്രശ്നം പരിഹരിക്കണമല്ലോ. അതാണല്ലോ ഒന്നാമത്തെ ഉത്തരവാദിത്വം അമ്പിയാക്കന്മാരുടേത്. ദഅവത്താണ്, ആളുകളെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ. അതല്ലല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പം അതൊക്കെ ആയിരിക്കാം അന്നമാ ഫതന്നാഹു. അതല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങളാൽ അള്ളാഹു തന്നെ പരീക്ഷിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ലല്ലുണ്ടായി. ലല്ല് എന്ന് പറഞ്ഞാൽ വെറും വിചാരമല്ല, ഏകദേശം കൃത്യമായ ഒരു ധാരണ കിട്ടി. അതാണ് ലല്ല്. ശക്ക് എന്ന് പറഞ്ഞാൽ വെറൊരു സംശയം. ലല്ല് എന്ന് പറഞ്ഞാൽ കൂടുതൽ യാഥാർത്ഥ്യത്തോട് അടുത്തു വരുന്ന വിചാരത്തിനാണ് ലല്ല് എന്ന് പറയാം. അപ്പോൾ വലന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഏകദേശം ബോധ്യപ്പെട്ടു, അന്നമാ ഫതന്നാഹു തീർച്ചയായും നാം അദ്ദേഹത്തെ പരീക്ഷിച്ചിരിക്കുന്നു എന്ന്. ഫസ്തഗ്ഫറ റബ്ബഹു അപ്പോൾ അദ്ദേഹം റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു. വഖറ അദ്ദേഹം നിലത്ത് വീണു. റാക്കിയാൻ റുക്കൂര് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിലത്ത് റുക്കോയ് എന്ന് പറഞ്ഞാൽ കുനിയാന്ന്, കുനിഞ്ഞുകൊണ്ട്. നമ്മൾ റുക്കോയ് സുജൂദ് എന്ന് പറയുമ്പോൾ റുക്കോയ് എന്ന് പറഞ്ഞാൽ നിന്ന നിൽപ്പിൽ കുനിയ എന്നും, സുജൂദ് എന്ന് പറഞ്ഞാൽ നിന്നേടത്ത് നിന്ന് കാൽമുട്ടും കൈകളും തലയും നെറ്റിയും കുത്തി സുജൂദ് ചെയ്യുക എന്നാണ് റുക്കോയ് സുജൂദ് എന്ന് പറഞ്ഞതിന് അർത്ഥം. നേരെ മറിച്ച് ഖററാക്കിയ എന്ന് പറഞ്ഞാൽ റുക്കോയ് കുനിഞ്ഞുകൊണ്ട് വീണു എന്ന് പറയുമ്പോൾ സുജൂദിലേക്ക് വീണു. കുനിഞ്ഞുകൊണ്ടാണല്ലോ സുജൂദിലേക്ക് പോകേണ്ടത്. അപ്പോൾ വഖററാക്കിയാൻ അദ്ദേഹം കുനിഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീണു. കാരണം പടച്ചോനെ എൻ്റെ അടുത്ത് അബദ്ധം വന്നു പോയി എന്ന നിലക്ക് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോൾ കൂടുതൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് സുജൂദിലേക്ക് സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന ഒരു പാഠവും കൂടി നമുക്കിതിലുണ്ട്. അനാബ് അദ്ദേഹം ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ സംഭവം. ഫഗഫർനാ ലഹു ദാലിക അപ്പോൾ അത് നാം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും. അപ്പോൾ ദാലിക അത് എന്ന് പറഞ്ഞത് ഏതാണ്? ആ ലഖദ് ലലമക ബിസുആലി നഅജതിക ഇലാനി ആജിഹി അവൻ്റെ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലേക്ക് നിൻ്റെ ആടിനെ ചോദിച്ചത് അക്രമമാണ് എന്ന് അദ്ദേഹം മറ്റേ ആളെ വിസ്തരിക്കാതെ പറഞ്ഞ ആ വിധി തെറ്റായിരുന്നു, അബദ്ധമായിരുന്നു, അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്തതാണ്. മറ്റുള്ളവനെ ബോധ്യപ്പെടുത്തിയെങ്കിലും വേണമല്ലോ. അപ്പോൾ അവൻ ലുൽമ് ചെയ്തു എന്നൊരു പ്രവാചകൻ പറയുമ്പോൾ അവനെ തെറ്റ് ബോധ്യപ്പെടുത്താതിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റ് ബോധ്യപ്പെടുകയും വഖറ റാക്കിഅൻ വ അനാബ് സുജൂദുള്ള സ്ഥലമാണ്. അദ്ദേഹം കുനിഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീഴുകയും ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഫഗഫർനാ ലഹു ദാലിക ആ അബദ്ധം നാം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫ തീർച്ചയായും ഇന്ന ലഹു അദ്ദേഹത്തിനുണ്ട്, നിശ്ചയം അദ്ദേഹത്തിനുണ്ട്,
ഇന്ധന നമ്മളുടെ അടുക്കൽ ലസുൽഫ നല്ല അടുപ്പം, നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം വന്നു, അദ്ദേഹം പശ്ചാത്തപിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സുൽഫ അടുപ്പമുണ്ട്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അടുപ്പിക്കാനല്ലാതെ ഞങ്ങളെ ആരാധിക്കുന്നില്ല. ബിംബങ്ങളെ ആരാധിക്കുന്ന എന്താണ്? ആ ബിംബങ്ങൾ നിനക്ക് ഉപദ്രവം നൽകുമോ, ഉപകാരം ചെയ്യുമോ? കല്ലുകളല്ലേ, മരങ്ങളല്ലേ? ആ പ്രതിമകൾ കേൾക്കുമോ, അവർ മനസ്സിലാക്കുമോ, നിനക്കെന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്ന് പറയുമ്പോൾ അവർ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞതാണ്, പ്രതിമകൾ എന്തും ഞങ്ങൾക്ക് ചെയ്തു തരില്ല, അത് ഞങ്ങൾക്കൊക്കെ അറിയാം, കല്ലുകളും മരങ്ങളുമാണ് എന്നൊക്കെ. പക്ഷേ ആ പ്രതിമകളുടെ പിന്നിലുള്ള മഹാന്മാർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ ആ വചനമാണ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അടുപ്പിക്കൽ. അപ്പോൾ അദ്ദേഹം പറയാണ്, ദാവൂദ് നബി പിന്നെ അള്ളാഹു പറയാണ് വ ഇന്ന ലഹു ഇൻദനാ ലസുൽഫ, അദ്ദേഹത്തിന് നമ്മളുടെ അടുക്കൽ നല്ല അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളോട് നന്നായി അടുത്തിട്ടുണ്ട്. വഹുസ്ന മആബ്, ഏറ്റവും നല്ല മടക്കവും ഉണ്ട്. അദ്ദേഹം നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരൽ നല്ല നിലക്കാണ്. അപ്പോൾ പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് ഒരു അബദ്ധം, കയ്യബദ്ധം വന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സുജൂദിലേക്ക് വീണ് പശ്ചാത്തപിച്ച് കേരിച്ച് മടങ്ങിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് അത് പുറത്തു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് ആ പ്രവാചകനെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു. നമുക്കുള്ള പാഠം ഏത്? അതല്ല, അത് ഒരു പച്ചക്കറി തോട്ടം അല്ല, കൃഷിയിൽ പോയി കണ്ട് വീണ് ഇത് ചെയ്ത കേസാണ്. അതിലാണ് വിധി പറഞ്ഞത്. യെസ്, there is no adil, justice, no justice from Dawood alayhi salam. That is a sin. Badal mufassirin yaqulun ഇതാണ്, അതിലുണ്ടായില്ല, നീതി ഉണ്ടായില്ല. യെസ്. അപ്പോൾ ഇവിടെ പിന്നെ അത് വേറെ വിഷയമാണ്. നിങ്ങൾ പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ, പിന്നെ ഇവൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഓൻ്റെ ആട് മേഞ്ഞ് കച്ചറുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം ഒരു ഇത് പറഞ്ഞു. അത് സുലൈമാൻ നബി അലൈഹി സ്വലാം തിരുത്തിയതാണ്, വേറെ സ്ഥലത്ത് വരുന്നുണ്ട്. അല്ല, ഇവിടെ നമുക്ക് അദ്ദേഹം സുജൂദ് ചെയ്തു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സുജൂദിൽ കൂടുതൽ പിന്നെ പ്രാർത്ഥിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും ഉണ്ടെങ്കിൽ സുജൂദിലാണ്. അമ്മ സുജൂദു ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം നമ്മൾ വെറുതെ സുജൂദ് തന്നെ, ശുക്റിൻ്റെ സുജൂദുണ്ട്. അതുപോലെ അദ്ദേഹം സുജൂദ് ചെയ്തു എന്നത് വെറും ഒരു സുജൂദായിരുന്നോ, അതല്ല നമസ്കാരത്തിൽ സുജൂദിലേക്ക് വീണതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് മനസ്സിലാക്കണം. അതായത് സജദ എന്ന് പറഞ്ഞാൽ ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, ആരാധിക്കുക എന്നുള്ളിടത്ത് അള്ളാഹുവിന് നമസ്കരിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുജൂദ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മം ആയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ ആ ശരീഅത്തിൽ വെറുതെ സുജൂദ് ചെയ്യലുണ്ടാവാം. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്താണ്, നമ്മളെ ശരീഅത്തല്ല. അപ്പോൾ സുജൂദ് ചെയ്തു, അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങി. അപ്പോൾ അനാബ്, ആ സിൻ അദ്ദേഹം ചോദിച്ച അതാണ്, തെറ്റെന്തായിരുന്നു? ആ തെറ്റ് അദ്ദേഹം അതിൽ കാണിച്ചില്ല, മറ്റാളോട് വിസ്തരിച്ചില്ല എന്നതായിരിക്കണം തെറ്റ്. അതല്ല, ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞ പോലെ അത് ഒന്നുകിൽ അതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു പ്രവാചകൻ വാതിലടച്ചു പൂട്ടി ഇബാദത്ത് എടുക്കേണ്ട ആളല്ല. പ്രവാചകൻ വാതിൽ ഓപ്പൺ ചെയ്തിട്ട് ദഅവത്ത് നടത്തേണ്ട സമയത്ത് അദ്ദേഹം കൂടുതൽ ഡോറിൻ്റെ ഉള്ളിലിരുന്ന് അതിലേക്ക് കടക്കാൻ അനുമതിയാകാത്തപ്പോൾ ആളുകളെ ചാടിക്കടന്നു വന്നു എന്നാവാം. ഇനിയും വേറെ അഭിപ്രായങ്ങളുണ്ട്. മലക്കുകളാണ് വന്നത്,
ദാവൂദ് നബി അലൈഹി സ്വലാമിനെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുക എന്നുള്ളതല്ലാതെ അതാണ് ഇതാണ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ആ നിലക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടില്ല. നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി, ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ അദ്ദേഹം പശ്ചാത്തപിച്ചു എന്ന് പറയുമ്പോൾ എന്തോ ഒരു അബദ്ധം വന്നിട്ടുണ്ട്. ആ അബദ്ധത്തിന് അള്ളാഹു തആലാനോട് പശ്ചാത്തപിച്ചു. അപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം ഫഗഫർനാ ലഹു പുറത്തു കൊടുത്തു. പിന്നെ വഇന്ന ലഹു ഇൻദനാ ലസുൽഫ നമ്മളിലേക്ക് കൂടുതൽ അടുപ്പം അദ്ദേഹത്തിനും ഹുസ്നു മആബ് നല്ല മടക്കവും ഉണ്ടായി. നമുക്കുള്ള പാഠം അതാണ്, നമ്മിൽ നിന്ന് എത്ര വലിയ തെറ്റ് വന്നാലും പശ്ചാത്തപിച്ച് മടങ്ങിയാൽ നമ്മളൊരു തെറ്റുകാരനായ ആളായിട്ട് ബാക്കി നിലനിൽക്കില്ല. അള്ളാഹുവിങ്കലേക്ക് പഴയ പോലെ തന്നെ അടുത്തു വരും. ഏത് തെറ്റ് വന്നാലും ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ. നമ്മൾ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ തെറ്റ് ചെയ്യാത്തവനെ പോലെ നമ്മൾ മാറും. അത്താഇബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു. പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും നമുക്കൊരു ക്ലീൻ ഒരു ഏറ്റവും വലിയൊരു വിശുദ്ധിയിലേക്ക് മടങ്ങാനുള്ള വഴി തൗബ എന്ന വാതിൽക്കൽ കൂടി അല്ലാഹു തആല വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. എപ്പോഴാണെങ്കിലും നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ കഴിഞ്ഞതൊക്കെ പോയിട്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. അതാണ് വഇന്ന ലഹു ഇൻദനാ ലസുൽഫ അദ്ദേഹത്തിന് നമ്മളുടെ അടുക്കൽ കൂടുതൽ അടുപ്പമുണ്ട്. വഹുസ്ന മആബ് നല്ല മആബുമുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ദാവൂദിനൊരു പ്രമോഷനും കൂടി അല്ലാഹു തആല കൊടുക്കുകയുണ്ട്. അപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടി ഒരു പ്രമോഷൻ കൊടുക്കുകയാണ്. എന്താണ്? യാ ദാവൂദ് നബിയെ ഇന്നാ ജഅൽനാക താങ്കൾ നാം നിശ്ചയിച്ചിരിക്കുന്നു ഖലീഫത്തൻ ഫിൽ അർളി ഭൂമിയിൽ ഒരു ഖലീഫ ഒരു പ്രതിനിധിയായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്മ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ച ഒരു ഖലീഫയായിട്ട് നാം നിശ്ചയിച്ചിട്ടുണ്ട്. ഖലീഫക്ക് പ്രതിനിധി, പിൻഗാമി, അധികാരി എന്നൊക്കെ അർത്ഥമുണ്ട്. ഭൂമിയിൽ ഞാനൊരു അധികാരമുള്ള പ്രതിനിധിയായി നിശ്ചയിച്ചു. ഫഹ്കും താങ്കൾ വിധി പറയുക, ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ, ബിൽ ഹഖി സത്യപ്രകാരം, വലാ തത്തബിഇൽ ഹവാ താങ്കൾ ദേഹേച്ഛയെ പിൻപറ്റാൻ പാടില്ല. ഹവ എന്ന് പറഞ്ഞാൽ ഹവൻ നഫ്സ്, ദേഹേച്ഛയെ പിൻപറ്റരുത്. ഫയുളില്ലക അപ്പോൾ താങ്കളെ വഴിപിഴപ്പിക്കും, അൻസബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. കണ്ടില്ലേ, ആ നബിയെ അങ്ങോട്ട് അള്ളാഹു തആല ശരിക്ക് നബിയോട് തന്നെ ആ കുറ്റം കണ്ട് ഏറ്റു പറയാണ്. നിങ്ങൾ ദേഹേച്ഛനെ പിൻപറ്റരുത്, നിങ്ങൾ സത്യപ്രകാരമാണ് വിധിക്കേണ്ടത്. ദേഹേച്ഛയെ പിൻപറ്റിയാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് സബീലില്ലയിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ദേഹേച്ഛയെ, അതാണ് അദ്ദേഹം ചെയ്ത കുറ്റം, അദ്ദേഹം ചെയ്ത തെറ്റ്, ഒരു ദേഹേച്ഛയെ പിൻപറ്റിയിട്ടുണ്ട്. അതെന്തായിരിക്കണം? ഒരു പക്ഷേ ആ വിധി നടത്തേണ്ടത് നീതിപൂർവകമായില്ല. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് അവനെ വിസ്തരിക്കണം എന്നാണ്. അതാണ് ഒരാൾ മറ്റൊരാളെ പരസ്യമായി വെട്ടിക്കൊല്ലുന്ന മഹാഘാതകനാണെങ്കിൽ പോലും ഖാദിയുടെ മുമ്പിലെത്തിയാൽ എന്തുകൊണ്ട് നീ അവനെ വെട്ടിക്കൊന്നു എന്നത് വിസ്തരിക്കണം. എന്നിട്ട് അവൻ്റെ ന്യായാന്യായങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അതായിരിക്കും അന്നത്തെയും ശരീഅത്ത്. ആ വിസ്താരം അദ്ദേഹം ഇടപെടാൻ നടത്തില്ല. നേരെ മറിച്ച് എൻ്റെ ആടുകുട്ടീനെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അക്രമിയാണ്, ആ പാടില്ല, എല്ലാ കൂടിക്കലർന്ന് ജീവിക്കുന്നവരങ്ങനെ അക്രമം ചെയ്യുന്നവരാണ് എന്ന വിധി പറയുകയാണ് ചെയ്തത്. അതായിരിക്കാം തെറ്റ്. അതല്ലെങ്കിലോ മറ്റു ചില തെറ്റുകൾ വാതിലടച്ചു കൂട്ടിയിരിക്കുന്നതായിരിക്കാം തെറ്റ്. അല്ലെങ്കിൽ അതുമല്ലാതെ ഇവിടെ വിവരിക്കാത്ത മറ്റെന്തോ ദാവൂദ് നബി അലൈഹി സ്വലാമിൽ നിന്ന് തെറ്റുകൾ, സ്ഖലിതങ്ങൾ, അബദ്ധങ്ങൾ വന്നിരിക്കാം. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം സുജൂദിൽ വീണ് പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ കൂടുതൽ അല്ലാഹു തആല അദ്ദേഹത്തിന് അടുപ്പം കൊടുക്കുകയും ഹുസ്നു മആബ് കൊടുക്കുകയും അതോടൊപ്പം ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടുപ്പമുള്ള വിധി
നിർണയിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒരാളാക്കി അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തിട്ട് ഒരു താക്കീത് കൂടി നൽകി ദേഹത്തെ പിൻപറ്റരുത്. ഇനി ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹ്, തീർച്ചയായും അല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുന്നവർ ലഹും അദാബുൻ ഷദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ നസൂ, നസിയ യൻസ, നസൂ മറന്നത് കാരണത്താൽ, യൗമൽ ഹിസാബ് വിചാരണ ദിവസത്തെ മറന്നത് കാരണത്താൽ. അപ്പോൾ മുഴുവൻ ഭരണാധികാരികൾക്കുമുള്ള പൊതു ഉപദേശമാണ് ഇവിടെ പറയുന്നത്. എന്താ? ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖി, ആര് പ്രവാചകനായ ഭരണാധികാരിയാവട്ടെ, അതല്ല പ്രവാചകരല്ലാത്ത സാധാരണക്കാരായ ഭരണാധികാരികളാവട്ടെ, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖി, സത്യപ്രകാരമായിരിക്കണം വിധി നടത്തേണ്ടത്. അതാണ് അല്ലാഹു തആല അർശിൻ്റെ തണൽ നൽകുന്ന 7 കൂട്ടരിൽ ഒരാൾ ആരാണ്? ഹാക്കിമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൂടുതൽ മക്കളുള്ള ഒരാൾ, എൻ്റെ ഇന്നി നഹൽത്തു ഇലബനി ഹാദ, ഞാൻ ആദിഹിന്നാക്ക, എൻ്റെ ഈ ഒട്ടകം ഞാൻ എൻ്റെ ഈ സഹോദരന്, എൻ്റെ ഈ മകന് ഞാൻ കൊടുത്തു എന്നും പറഞ്ഞ് വരുന്ന ഒരു സംഭവം കാണുന്നുണ്ട് ഹദീസിൽ. എൻ്റെ ഈ മൃഗത്തെ ഞാൻ എൻ്റെ മോന് കൊടുത്തിട്ടുണ്ട്, നബിയോട് സാക്ഷിക്കാൻ പറയാണ്. അപ്പം നബി ചോദിക്കുന്നുണ്ട്, എല്ലാ മക്കൾക്കും ഇതുപോലെ ഓരോരോ മൃഗം കൊടുക്കാനുണ്ടോ? ഇല്ല. എന്നാൽ ഫലാ തുഷ്ഹിദ്നി അലാ ജൗരിൻ, അക്രമത്തിന് വേണ്ടി എന്നെ നീ സാക്ഷിയാക്കരുത്. അപ്പം അത് അക്രമമാണ്, നീതിയല്ല. അപ്പം നീതി വേണം ഏതൊരു കാര്യത്തിലും. അത് മക്കളുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ നീതി കാണിക്കണം. സ്വത്ത് അനന്തരാവകാശ സമയത്താണ് ഇത്തരം അനീതികളൊക്കെ പലപ്പോഴും ഉണ്ടാവല്. അതുപോലെ ഭാര്യയോട് നമ്മൾ നീതി കാണിക്കണം. നമ്മളെപ്പോലെ എല്ലാ അവകാശങ്ങളും ഉള്ളവരാണ് നമ്മളുടെ ഭാര്യമാരും. അതുകൊണ്ട് നീതി കാണിക്കണം. തൻ്റെ തൊഴിലാളിയോട് നീതി കാണിക്കണം. ഇഖ്വാനുക്കും ഖവലുക്കും ജഅലഹുമുല്ലാഹു തഅത യദീകും ഫമൻ കാന അഖൂഹു തഅത യദിഹി ഫൽയുത്ഇംഹു മിമ്മാ യത്അം യുൽബിസുഹു മിമ്മാ യൽബസ് എന്ന് പറഞ്ഞിട്ട് നബി പറയുന്നുണ്ട്, നിൻ്റെ തൊഴിലാളിയെ, നീ കൂലി കൊടുത്തിട്ട് ഏൽപ്പിച്ച തൊഴിലാളിയെ അവനെക്കൊണ്ട് കഴിയാത്ത പണി എടുപ്പിക്കരുത്. അഥവാ അവനെക്കൊണ്ട് കഴിയാത്ത പണിയാണ് നിനക്കുള്ളതെങ്കിൽ നീയും കൂടി അവനെ സഹായിക്കണം. അപ്പം അത്രമാത്രം തൊഴിലാളികളോട് പോലും നീതി കാണിക്കണം. ഭാര്യമാരോട് മാത്രമല്ല, മക്കളോടും ജനങ്ങളോടും തൊഴിലാളികളോടും ഭരണകർത്താക്കളോടും ഒക്കെ നീതി കാണിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ആ നീതിയാണ് ഫഹ്കും ബൈനഹും ബൈനന്നാസി ബിൽ ഹഖി, സത്യപ്രകാരം വിധി നടത്തണം. വലാ തത്തബീൽ ഹവ, ദേഹേച്ഛ പിൻപറ്റരുത്. ഫൈദുല്ലക്കാൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിന്നെ പിഴപ്പിക്കും. ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആര് പിഴച്ചു പോയോ ഫലഹും അദാബുൻ ഷദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടായിരിക്കും. ബിമാ നസൂ യൗമൽ ഹിസാബ്, വിചാരണ ദിവസം മറന്നത് കാരണത്താൽ. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വിഷയത്തെ അധികരിച്ചുകൊണ്ട് മനുഷ്യർക്കെല്ലാവർക്കുമുള്ള ഒരു ഗുണപാഠമായിട്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതെ, അധികം ആളുകളും ഇടകലർന്ന് ജീവിക്കുന്ന പല ആളുകൾ, അത് ആ സന്ദർഭത്തിൽ അല്ലാഹു തആല പറഞ്ഞതായി, അല്ല ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞതായിരിക്കണം. ഇതിൻ്റെ അഹാണ് എന്ന് പറഞ്ഞല്ലോ, ഈ അഹ്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. അധികം ആളുകളും ചില ഇല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് പറഞ്ഞു, അല്ലാത്ത ഈ അഹ്മാർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളൊക്കെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു, അനീതി കാണിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു പൊതുകാര്യമാണ്. അത് പ്രവാചകൻ ഒരു ഉപദേശവും കൂടി ചെയ്യായിരിക്കും. അതൊക്കെ ഈ ആയത്തിൽ ഉദ്ദേശമുണ്ട്. എന്നിട്ട് ഇനി ഒരു നീതി കാണിക്കണം. ഒമാ ഖലഖ്ന അസ്സമാഅ വൽ അർള, ഒമാ ഖലഖ്ന, നാം സൃഷ്ടിച്ചിട്ടില്ല, അസ്സമാഅ ആകാശത്തെയും, വൽ അർള ഭൂമിയെയും, ഒമാ ബൈനഹുമാ അവക്കിടയിലുള്ളതിനെയും, ബാത്തിലൻ അനർത്ഥമായിക്കൊണ്ട്,
അല്ലെങ്കിൽ അന്യായമായി കൊണ്ട് സൃഷ്ടിച്ചതല്ല. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ കൃത്യമായ ഹക്കുണ്ട്, ന്യായമുണ്ട്, ചില കൃത്യമായ തത്വങ്ങൾ അല്ലാഹുണ്ട്. വെറുതെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് തോന്നിയ മാതിരി ഒലാ തത്തബിയയിൽ ഹവാ എന്നറിഞ്ഞല്ലോ, ദേഹേച്ഛയെ പിമ്പറ്റി തോന്നിയ മാതിരി നടക്കാനുള്ളതല്ല. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ചില വസമാ റഫഅഹ വവളഅൽ മീസാൻ, ഒരു മീസാൻ അള്ളാഹു തആല സന്തുലിതാവസ്ഥ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ മീസാൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സന്തുലിതാവസ്ഥ മാത്രമല്ല, നേരെ മറിച്ച് ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ അള്ളാഹു കൃത്യമായ ഹക്ക് പ്രകാരം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ നമ്മൾ ഹക്ക് നിലനിർത്തണം. എല്ലാ കാര്യത്തിലും സന്തുലിതാവസ്ഥ നിലനിർത്തണം. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിലൊക്കെയുള്ള ആ കാര്യം നിലനിർത്തണം, നീതി നിലനിർത്തണം, അല്ലെങ്കിൽ നാശമുണ്ടാകും. ലാറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്ത തിന്മകൾ കാരണത്താൽ കടലിലും കരയിലും ഫസാദ് വ്യാപിച്ചിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഇതാണ്. ഒരു നീതിയും സത്യവും ഭൂമിയിൽ നിലനിൽക്കുമ്പോഴേ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ. ആകാശം ഭൂമി അങ്ങനാണ്ട് ബാത്തിലായിട്ട് സൃഷ്ടിച്ചതൊന്നുമല്ല. ദാലിക ലന്നുല്ലദീന കഫറു, അത് നിഷേധികളായ ആളുകളുടെ വിചാരമാണ്. ആകാശം ഭൂമിയൊക്കെ ഹയാത്തുൻ സുമ്മ മൗത്തുൻ സുമ്മ ബഅസുൻ ഹദീസ് ഖുറാഫത്തിൻ യാ ഉമ്മ അംരി എന്നൊരു ജാഹിലിയ കവി പറയുന്നുണ്ട്. ഹയാത്തുൻ ജീവിതം, സുമ്മ മൗത്തുൻ പിന്നെ മരണം, സുമ്മ ബഅസുൻ പിന്നെ പുനർജന്മം, അതൊക്കെ ഹദീസ് ഖുറാഫത്തിൻ, ഒരു ഖുറാഫത്തിൻ്റെ വർത്താനാണ്, അന്ധവിശ്വാസമാണ് എന്ന്. അതല്ല, ഇതിനൊക്കെ കൃത്യതയുണ്ട്. ദാലിക ലന്നുല്ലദീന കഫറു, ആകാശവും ഭൂമിയൊക്കെ ഇവിടെ പണ്ടേ ഉള്ളതാണല്ലോ, ഞങ്ങളതിൽ ജീവിച്ച് വളർന്നവരാണല്ലോ, ഞങ്ങൾക്കതിൽ വലിയ കാര്യമൊന്നുമില്ല, ഉത്തരവാദിത്തമില്ല, അതൊക്കെ മറ്റുള്ളവരുടെ വിചാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകാശവും ഭൂമിയും ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളൊക്കെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ആ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കണം ഓരോ ദിവസവും നമ്മൾ ജീവിക്കേണ്ടത്. ഫവൈലുൻ ലില്ലദീന കഫറൂ മിനന്നാർ, നിഷേധികളായ ആളുകൾക്ക് നരകത്തിൽ നിന്ന് ഒയിൽ എന്ന മഹാനാശമുണ്ട്. പഴയകാലത്ത് ഒയിലെന്ന ചെരു എന്ന് പറയാറുണ്ട്. അതായത് നരകത്തിലെ ഏറ്റവും ഭീകരമായ ഒരു ഭാഗമാണ് ഒയിൽ എന്ന് ഹദീസുകളിൽ കാണാം. ഏതായിരുന്നാലും നരകത്തിൽ നിന്ന് മഹാനാശം നിഷേധികൾക്കുണ്ട്, അങ്ങനെ വിചാരിക്കരുത് എന്ന്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അതൊക്കെ എന്നൊരു റുട്ടീനാണല്ലോ. അതിലിപ്പോൾ എന്താ അത്ര പ്രത്യേകത എന്നല്ല. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ ആരോ വിളിച്ചു പറയുന്നതായി ഹസനുൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട്. ആരോ വിളിച്ചു പറയുന്നുണ്ട് ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ, അന യൗമുൻ ജദീദ് വഅലാ അമലിക ഷഹീദ്, ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ്, നിൻ്റെ അമലിൻ്റെ നിൻ്റെ കർമ്മങ്ങളെപ്പറ്റി ഞാൻ സാക്ഷിയാണ്. അപ്പം നമ്മൾ ഓരോ രാവിലെ പുലരുമ്പോഴും ഇന്നലത്തേതിൻ്റെ തുടർച്ചയല്ല. ഒരുപക്ഷെ എഴുന്നേൽക്കുന്നത് ഒരേ പായയിൽ നിന്ന്, നമ്മൾ പോകുന്ന ബാത്റൂം ഒരേ സ്ഥലത്ത്, നമ്മളെടുക്കുന്ന ബ്രഷും പേസ്റ്റും, നമ്മൾ ഒന്നുണ്ടാക്കുന്നതും നമ്മൾ മുണ്ടുകൊണ്ട് തുടക്കുന്നതും നമ്മൾ എഴുന്നേൽക്കുന്ന സമയവും അതാ ഒരേ അലാരം, അതൊരു തുടർച്ചയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയതാണ്. ഒരുപക്ഷെ ഇന്നലത്തേതിനേക്കാളും അള്ളാഹുവിനോട് അടുത്ത ദിവസമായിരിക്കാം നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം. അതല്ലെങ്കിൽ ഇന്നത്തേതിനേക്കാളും നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചുകൂടി അള്ളാഹുവിൽ നിന്ന് അകന്നതായിരിക്കാം. ഓരോ ദിവസവും പുതിയതാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെപ്പറ്റി സാക്ഷിയാണ്. അപ്പോൾ അതാണ് വെറുതെ ബാത്തിലല്ല, അത് കാഫിരീങ്ങളെ നിഷേധികളുടെ ഒരു ചിന്തയാണ്. നിഷേധികൾക്ക് മഹാനാശമുണ്ട്. ഓരോ ദിവസവും ആകാശവും ഭൂമിയൊക്കെ നിങ്ങൾ ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി കാണേണ്ടതാണ്. അം നജ്അലുല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി, അതല്ല, അം നജ്അലു നമ്മൾ ആക്കുമോ അല്ലദീന ആമനു വിശ്വാസികളെയും വ അമിലുസ്സാലിഹാത്തി നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചവരെയും, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ.
സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാൽ വിശ്വാസമില്ല, അതുകൊണ്ട് കാര്യമില്ല. എല്ലാം ജനങ്ങളെ സഹായിക്കുന്നു, സാമൂഹ്യ സേവനം ചെയ്യുന്നു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ ഈമാന് ഇല്ലെങ്കിൽ അതുകൊണ്ട് ഫലമില്ല. ആ സൽക്കർമ്മങ്ങൾക്കൊരു പക്ഷേ ദുന്യാവിൽ നിന്ന് തന്നെ അള്ളാഹു അതിന് പ്രതിഫലം നൽകും. നല്ല ധർമ്മവും നല്ല സാമൂഹ്യ സേവനവും ദയയും കാരുണ്യമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഈമാനില്ല, പഠിച്ചോനിൽ വിശ്വാസമില്ലെങ്കിൽ ദുന്യാവിന് തന്നെ അതിൻ്റെ ഗുണം തരും. അതല്ല, പഠിച്ചോനിൽ അവന് വിശ്വാസമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകില്ല. അപ്പോൾ അം നജഅലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം ആക്കുമോ കൽ മുഫ്സിദീന ഫിൽ അർളി, ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്നവരെ പോലെ ആക്കുമോ എന്ന് ചോദിച്ചാൽ ആക്കൂല. അതൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. രണ്ടും രണ്ടായിട്ട് തന്നെ അള്ളാഹു ഗണിക്കും. അം നജ്അലുൽ മുത്തഖീൻ, ഒന്ന് ജോഡി അമലുസ്സാലിഹാത്ത് ചെയ്തവർ, ഫസാദ് ചെയ്തവർ, അതാണല്ലോ രണ്ട് ജോഡികൾ. ഇനി മുത്തഖീന് ഫുജ്ജാർ, അം നജ്അലുൽ മുത്തഖീൻ, അതല്ല മുത്തഖീങ്ങളെ നാം ആക്കുമോ കൽ ഫുജ്ജാർ, തോന്നിവാസികളെപ്പോലെ. ഫാജിർ ദുർമാർഗി, തോന്നിവാസി എന്നൊക്കെയാണ്. ഫുജ്ജാർ അതിൻ്റെ ബഹുവചനമാണ്. അപ്പം മുത്തഖീങ്ങളെ തോന്നിവാസികളെപ്പോലെയാക്കുമോ, സൽക്കർമ്മങ്ങൾ ചെയ്തവരെ മുഫ്സിദീങ്ങളെപ്പോലെയാക്കുമോ, അതാക്കൂല. അതുകൊണ്ട് നിങ്ങൾ ആകാശഭൂമിക്ക് ചുവട്ടിൽ ജീവിക്കുമ്പോൾ മുഫ്സിദീങ്ങളാവരുത്, മുത്തഖീങ്ങളാവണം. കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ കിതാബ് നാം നിങ്ങളിലേക്ക് ഇറക്കി തന്നിരിക്കുന്നു. നബിയോടാ പറയുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ കിതാബ് വല്ലാത്തൊരു കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ഗ്രന്ഥമാണ്. അതിൻ്റെ ഭാഷാപരമായി അതിൻ്റെ ഘടന വരുമ്പോൾ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥം, ഇവിടെ അല്ലില്ലാതെ കിതാബുൻ വല്ലാത്തൊരു ഗ്രന്ഥമാണ്. ആ അൽമത്തു ഹാദൽ കിതാബ്, ഈ കിതാബിൻ്റെ ഖുർആനിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് വല്ലാത്തൊരു ഗ്രന്ഥമാണത്. അൻസൽനാഹു ഇലൈക, ഇതിന് നാം നിന്നിലേക്ക് ഇറക്കി തന്നിട്ടുണ്ട്. മുബാറക്കുൻ, അനുഗ്രഹീതമാണത്. മുബാറക്ക് ജനങ്ങൾക്കൊക്കെ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യനും ഇതിൽ വിശ്വസിക്കുന്നവർക്കും ഈ ഖുർആൻ അനുഗ്രഹമാണ്. ഏതായിരുന്നാലും വിശ്വാസികളല്ലാത്തവർക്കും ഖുർആൻ അനുഗ്രഹമാണ്. ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക് പോലും സമൂഹത്തിൽ നാട്ടിൽ നിലനിൽക്കുന്ന നന്മകൾ ഖുർആൻ കൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ വേറൊന്നും കിട്ടിയതല്ല. ഉമ്മയോടുള്ള സ്നേഹം, മക്കളെ വളർത്തണമെന്ന ബോധം, തോന്നിവാസങ്ങൾ അരുത് എന്ന ചിന്ത, ഇതൊക്കെ ലബോറട്ടറിയിൽ നിന്നോ പരിശോധനയിൽ നിന്നോ കിട്ടിയതല്ല. നേരെ മറിച്ച് വേദഗ്രന്ഥങ്ങൾക്കുള്ളിൽ കൂടി കിട്ടിയ സനാതന മൂല്യങ്ങളാണ്. അതാണ് മുബാറക്കുൻ, അനുഗ്രഹീതമാണ്. അത് ഇതിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും അനുഗ്രഹീതമാണ്. ജീവജാലങ്ങൾക്ക് പോലും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ അനുഗ്രഹമാണ്. ജീവജാലങ്ങളെപ്പോലും സംരക്ഷിക്കണം എന്ന് വേദഗ്രന്ഥങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, അവരെ ഉപദ്രവിക്കരുതെന്ന്. അപ്പോൾ മുബാറക്കുൻ, അനുഗ്രഹീതമാണ് ഈ വേദഗ്രന്ഥം. അത് നാം ഇറക്കിത്തന്ന വല്ലാത്തൊരു വേദഗ്രന്ഥമാണ്. എന്തിന്? ലിയദ്ദബ്ബറു ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് വെറും ഹിഫ്ളാക്കി ഓതിയാൽ മാത്രം പോരാ, തദബ്ബുറും കൂടി വേണം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കുറേ ഹാഫിളീങ്ങളുണ്ട് ആ ഖുർആനിലുള്ള. അത് നല്ലത് തന്നെയാണ് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടി ഹിഫ്ളാക്കേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശവും കൂടി ഇതിലുണ്ട്. എന്തിനാണ് ഈ കിതാബ് ഇറക്കി തന്നത്? ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയത്തുകൾ അവർ ചിന്തിക്കാൻ വേണ്ടി. ഒലിയത്തദക്കറ, ഉപദേശം ഉൾക്കൊള്ളുവാനും. ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ, ശരിക്കും ബുദ്ധിയുള്ളവർ ഖുർആൻ വായിച്ച് പഠിച്ച് ഉപദേശം ഉൾക്കൊള്ളും. അൽ കയ്യിസു മൻ ദാന നഫ്സഹു, ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്തിയവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്തി, മരണശേഷമുള്ള കാര്യത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തവനാണ് ബുദ്ധിമാൻ.
വൽ ആജിസു, എന്നാൽ ദുർബലൻ എന്ന് പറയുന്നത് മൻ യതമന്ന, വൽ ആജിസു പിന്നെ എന്താണ്, മനിത്തബഅ ഹവാഹു, ദേഹേച്ഛയെ പിമ്പറ്റി ജീവിക്കുന്നവനാണ്. വയതമന്ന അലല്ലാഹിൽ അമാനി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയേക്കും. ഞാൻ ജീവിക്കുന്നത് അങ്ങനൊന്നുമല്ല, ദേഹേച്ഛ അനുസരിച്ച് നമ്മുടെ ഇച്ഛ അനുസരിച്ച് ജീവിക്കുന്നു, പഠിച്ചോൻ രക്ഷപ്പെടുത്തിയേർക്കും എന്നും വിചാരിച്ച് മിഥ്യ അള്ളാഹുവിൽ ആഗ്രഹം കാണിക്കുകയും അള്ളാഹുവിൽ നിന്ന് ആഗ്രഹം പ്രതീക്ഷിക്കുകയും എന്നാൽ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ കഴിവ് കെട്ടവനാണ്. ബുദ്ധിയുള്ളവൻ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെട്ട് ജീവിക്കുന്നവനാണ്. അതാ വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാനും ലിയദ്ദബ്ബറു ആയാത്തിഹി, ഖുർആനിൻ്റെ ആയത്തുകൾ ആലോചിക്കാനുമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ അവർ ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങളിൽ മേൽ ഖുർആനെപ്പറ്റി ആലോചിക്കാതിരിക്കാനുള്ള വല്ല പൂട്ടുകളും ഇട്ടിട്ടുണ്ടോ എന്ന് അള്ളാഹു സൂറത്തു മുഹമ്മദ് എന്ന സൂറത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഖുർആൻ. അപ്പം അത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് അതിൽ നിന്നാണ് മാറി വിധികർത്തൃത്വം. അപ്പോൾ വിധി നന്നായി നടത്തണം. ആകാശഭൂമികൾ വെറുതെ സൃഷ്ടിച്ചതല്ല, കൃത്യമായ സന്തുലനാവസ്ഥയിലാണ് സൃഷ്ടിച്ചത്. അതിനെ വെറുതെ സൃഷ്ടിച്ചതാണെന്നുള്ളത് കാഫിര്യങ്ങളുടെ ഒരു ചിന്ത മാത്രമാണ്. നല്ല ആളുകളും ചീത്ത ആളുകളും സമമാവുകയില്ല, കർമ്മം ചെയ്യുന്നവരും ഫസാദുണ്ടാക്കുന്നവരും സമമാവുകയില്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം ഇറക്കി തന്നത്. ആ കാര്യങ്ങൾ ചിന്തിച്ച് ഇതനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.